ഹായ് ഗൈസ്, എൻ്റെ പേര് മുഹമ്മദ് ഫൗസ്. ടോപ്പ റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫിസിക്സ് എങ്ങനെ പഠിക്കണമെന്നത് ഓരോ നീറ്റ് ആസ്പിരൻറ്റും അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. ഫിസിക്സിനെ ഒരു ബാലികേറ മലയായിട്ടാണ് പലരും കാണുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പലർക്കും അറിയാത്തത് കൊണ്ടാണ്. മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത് പോലെ വായിച്ചു പഠിക്കേണ്ട ഒരു കാര്യമല്ല ഫിസിക്സ് നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുവോ അത്രത്തോളം ഫിസിക്സിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഓരോ ചാപ്റ്ററുകളിലും മിനിമം 200 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 100 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 10-20 ക്വസ്റ്റ്യൻസേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ വിജയം. ഒരിക്കലും അവിടെ നമ്മൾ നിർത്താൻ പാടില്ല, ചെയ്തുകൊണ്ടേയിരിക്കണം. എത്രത്തോളം നമ്മൾ ചെയ്യുന്നുവോ അത്രത്തോളം ഫിസിക്സ് നമ്മൾ പ്രാക്ടീസ്ഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫിസിക്സിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു നീറ്റ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം NCERT ആണ് ബൈബിൾ. പക്ഷേ ഫിസിക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ചാപ്റ്ററുകളിലും NCERT വായിക്കുക എന്നത് പ്രാക്ടിക്കൽ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ NCERT വായിക്കേണ്ട ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തുടങ്ങിയ ചാപ്റ്ററുകളിൽ നമ്മൾ NCERT വായിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മറ്റു ചാപ്റ്ററുകളിൽ NCERT എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഓരോ ചാപ്റ്ററുകളുടെ ഉള്ളിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇൻടെക്സ്റ്റ് ആയിട്ട് NCERTയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്തായാലും ചെയ്തു നോക്കണം. അത് ഡയറക്റ്റായിട്ട് തന്നെ നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പാതി വഴിയിൽ നിർത്തിവെച്ച് പോരാതെ അത് മുഴുവനായിട്ടും ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. എന്നാൽ ഉറപ്പായും നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. സോ വർക്ക് ഹാർഡ്, ബി പോസിറ്റീവ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.